നാടും വീടും നഷ്ടമായി പലയിടത്തായി ചിതറിപ്പോയ ചൂരൽമല നിവാസികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനുള്ള അവസരം മാത്രമായിരുന്നില്ല. നല്ല കാലത്തെ ഓർമ്മയിൽ വിതുമ്പിയാണ് പലരും പോളിംഗ് ബൂത്തിലെത്തിയത്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും വോട്ടർമാർക്കായി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ഹാളിലാണ് പോളിംഗ് സ്റ്റേഷൻ ഒരുക്കിയത്. സങ്കടം നിറഞ്ഞ നിമിഷങ്ങൾ, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞവർ. വീണ്ടും അവർ കണ്ടപ്പോൾ ചേർത്ത് നിർത്തി. എല്ലാ ദുഃഖത്തിനിടയിലും അവർ വോട്ട് ചെയ്യാനെത്തിയത് ഈ ഒരു നിമിഷത്തിനാണ്. മുത്തു എന്ന് ഷെഹർബാനെ നീട്ടി വിളിക്കുമ്പോൾ സ്നേഹത്താൽ മൊയ്തീന്റെ തൊണ്ടയിടറി. ആയിഷയുടെ കൈ മുറുകെ പിടിച്ചു. പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും കുറച്ച് തെളിഞ്ഞു വന്ന മാതിരി കുറെ ആളെ കാണുമ്പോ മാസത്തിലൊരു 14 അതാണ് ഇന്ന് അങ്ങക്ക്. എല്ലാരും എന്താ പറയാ കാണുമ്പോ വളരെയധികം സന്തോഷം. പിന്നെ കുറെ പേര് മരിച്ചുപോയി, അത് അവരെ ഓർത്തിട്ട് നമുക്ക്, കാരണം തലേ ദിവസം ഞങ്ങൾ ചെന്ന സമയത്ത് നമുക്ക് ചായയും വെള്ളം തന്ന ആൾക്കാർ പിറ്റേ ദിവസം ആ ഒരു നിമിഷം നേരം കൊണ്ട് അവര് പോയി. പിറന്ന നാടും വീടും ഉരുളെടുത്തപ്പോൾ പലയിടങ്ങളിലായി ചിതറിപ്പോയവർക്ക് സംഗമവേദിയായിരുന്നു ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ പോളിംഗ് സ്റ്റേഷൻ. ഒന്നുമില്ല, കുറെ മുഖങ്ങളില്ല, കൂട്ടുമില്ല, കുടുംബമില്ല, വീടുമില്ല. ഇപ്പോൾ ഓരോരുത്തർ ഓരോ ഭാഗങ്ങളിലായിട്ടായി. ആർക്കും ഇപ്പോൾ കാണാനുമില്ല, അതേപോലെ നമ്മൾ ഒരുപാട് ആൾക്കാരില്ലേനും നമ്മളൊപ്പമില്ല. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതരെ പോളിംഗ് സ്റ്റേഷനിലെത്തിക്കാൻ KSRTC പ്രത്യേകം വോട്ടുവണ്ടി ഏർപ്പെടുത്തി. ബസ്സിറങ്ങി വന്നവരെ റോസാപ്പൂ നൽകി സ്വീകരിച്ചു. ജീവിതത്തിൽ നിന്ന് നേരത്തെ വിധിയെഴുതി മൺമറഞ്ഞു പോയവരുടെ പേരുള്ള വോട്ടർ പട്ടിക പലരുടെയും കണ്ണു നിറച്ചു. എങ്കിലും വീണ്ടും നാട് കണ്ട് സങ്കടത്തോടെ തന്നെ അവർ മടങ്ങി. രാജേഷ് വടകരയ്ക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, വയനാട്.